വരാം. UDF കൺവെൻഷനിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഖർഗെ എത്തിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് വിമാനമിറങ്ങിയ ശേഷം സമ്മേളന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ രമേശ് ചെന്നിത്തലയും MP ഇമ്രാനും ഒപ്പം KC വേണുഗോപാലും VD സതീശനും K സുധാകരനും അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും ഖർഗെ അനുഗമിച്ചുകൊണ്ട് വേദിയിലേക്ക് വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ചിടത്ത് നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. അതിന് മുന്നോടിയായി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവരുടെ ശക്തി പ്രകടനമാക്കി കൺവെൻഷനെ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക വൈകലിലുണ്ടായ ലാഗ് അത് എന്തൊക്കെ വെച്ച് മറികടക്കാനാകുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, എന്തെങ്കിലും വിസ്മയങ്ങൾ കാത്തുവെച്ചിട്ടുണ്ടാകുമെന്ന ആകാംക്ഷയ്ക്ക് അതേപടി ഉണ്ട് സ്മിത. യെസ്, നമ്മളെ അസാന്നിധ്യം കൊണ്ട് ആരെങ്കിലും ശ്രദ്ധേയരാകുമോ എന്നുള്ളൊരു കൗതുകവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ K സുധാകരൻ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്? അജി കുഞ്ഞുമോൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. UDFന്റെ കൺവെൻഷനാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ഒരു വൈകലുണ്ട്. ആ വൈകലൊക്കെ മറികടക്കാൻ കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെയാണ്, ചില അത്ഭുതങ്ങൾ ഉണ്ടാക്കും. തുടക്കം മുതൽ കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുക ഈ പത്രികാ സമർപ്പണ തീയതി കൂടി, അല്ലെങ്കിൽ പത്രിക പിൻവലിക്കുന്ന തീയതി കൂടി കഴിഞ്ഞാൽ മാത്രമേ. കാരണം അപ്പോഴേക്കാണ് വിമതരെയൊക്കെ എല്ലാ പത്രികയും പിൻവലിപ്പിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൃത്യമായി ഇറങ്ങാനാകൂ. കോൺഗ്രസ് സംബന്ധിച്ചൊന്നും പുതുമയുള്ള കാര്യമല്ല. ഈ പുതുമയുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ പത്രിക വൈകലൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മുന്നോടിയായുള്ള ഒരു ഔദ്യോഗികമായ ഒരു കൺവെൻഷനുള്ള ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. ഖർഗെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി ആരോഗ്യത്തിനെ സംബന്ധിച്ചൊക്കെ ആശുപത്രി ചികിത്സയിലായതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞില്ല. പകരം ഖർഗെ വരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനമാകുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔദ്യോഗികമായി തുടക്കമാകുന്നു. നമ്മൾ കാത്തിരിക്കുന്നതും എന്തൊക്കെ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നു. CPM BJP എന്ന ആരോപണം അടക്കം. എന്തായാലും ഒരു ഐക്യ പ്രകടനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല വേദികളിലും മനഃപൂർവ്വം വിട്ടു നിന്നുണ്ടായിരുന്ന ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ശശി തരൂരിനൊക്കെ നേരത്തെ അനുനയിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.